പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. പുതിയതായി ഇന്ന് വന്നിട്ടുള്ളവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയിൽ പേര് ചൊല്ലി വിളിക്കുന്ന പോലെയോ സമയമെടുക്കുന്നില്ല. ഉടനെ തന്നെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 1 മണിക്കൂർ സമയമെടുത്ത് ധ്യാനപൂർവം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ നേരെ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ഏകാഗ്രതയോടെ എന്തെങ്കിലും മറ്റ് ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് നമുക്കുടനെ ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവമേ, നന്ദി ദൈവമേ. നമ്മളിപ്പോൾ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഈശോയുടെ വാക്കുകൾ ഓർക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു: നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് ഹൃദയത്തിൽ രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ ചോദിക്കുന്നതിന് മുൻപേ തന്നെ നിൻ്റെ ആവശ്യങ്ങൾ നിൻ്റെ പിതാവിനറിയാം. അപ്പോൾ നമ്മൾക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സ്വർഗം എന്നതൊരു സ്ഥലം അല്ല, ഒരവസ്ഥയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണ് സ്വർഗം. അത് പൂർണ്ണമായി അനുഭവിക്കുന്നതും അതിൻ്റെ ഭാഗികമായിട്ടുള്ള അനുഭവത്തിൻ്റെ അവസ്ഥയാണിപ്പോൾ നമ്മളിൽ സ്വർഗം സംസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം നമ്മളിൽ തന്നെ. ആ അവബോധത്തോടെ സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ത്രിത്വൈക ദൈവത്തിൽ വസിക്കുന്ന അവസ്ഥയിൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. ആ ബോധ്യത്തോടെ നമ്മിൽ സ്വർഗം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആമുഖം. ഈശോ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശോയോടൊപ്പം ദൈവമക്കളായ നമ്മൾ, ഈശോയുടെ സ്വന്തം സഹോദരന്മാരായ നമ്മളെ ഈശോ ഇങ്ങനെ വാരി പുണർന്നുകൊണ്ട് പിതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈശോയുടെയും നമ്മുടെയും ഈശോ ആണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈശോയുടെയും ലോകം മുഴുവനിലുള്ള സകല മനുഷ്യവംശത്തിൻ്റെയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പിതാവിൻ്റെ വാത്സല്യം, ആ പിതാവ് ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകരുത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവേ, ഈ പ്രപഞ്ചം മുഴുവൻ്റെയും സൃഷ്ടാവാണ്
ഈ സൃഷ്ടി, മനോഹരമായ സൃഷ്ടിപ്രപഞ്ചം, ഈ സൗരയൂഥം, ഈ നക്ഷത്ര രാശികൾ, ഈ സൂര്യൻ, ചന്ദ്രൻ, ഈ ഭൂമി, ഈ സമുദ്രം, അതിലെ എല്ലാ ജീവജാലങ്ങളും ദൈവമേ, പിതാവേ, അങ്ങയുടെ മനോഹരമായ പ്രവൃത്തിയാണ്. ഓ ദൈവമേ, അങ്ങയുടെ സർവാധിപത്യത്തിൽ സ്വർഗമഹാരാജ്യത്തിൻ്റെ അനന്തത മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. കണ്ണു കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ ആ വിസ്മയനീയതയാണല്ലോ അങ്ങയുടെ വാത്സല്യത്തിൻ്റെ വിസ്മയനീയത, അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ വിസ്മയനീയത, അങ്ങയുടെ പ്രവൃത്തികളുടെ വിസ്മയനീയത. അത്രയ്ക്ക് വിസ്മയനായ അങ്ങ് ഈ അണ്ഡകടാഹങ്ങളെ മെനഞ്ഞെടുക്കുകയും ഈ പ്രപഞ്ചത്തിൽ ആദം മുതൽ അവസാനത്തെ വ്യക്തി വരെയുള്ള എല്ലാ മനുഷ്യരെയും ഒരാളിൽ നിന്നും മറ്റൊരാൾ ഒരുപോലെ അല്ലാത്ത രീതിയിൽ സൃഷ്ടിക്കുകയും ചെയ്ത് വലിയ കഴിവുകളും വലിയ ജ്ഞാനവും കൊടുത്ത അങ്ങയുടെ ആ മഹാമനസ്സ്, ഓ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അങ്ങയെ കാണുമ്പോൾ തന്നെ ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവർ അങ്ങയെ കാണുന്നു, പിതാവിനെ കാണുന്നു. അദൃശ്യനായ പിതാവിൻ്റെ കരുണാവാത്സല്യം ഈശോയിലൂടെ അങ്ങ് പ്രകടമാക്കിയല്ലോ. അത് ഈശോയ്ക്ക് ശേഷം മാതാവിലൂടെയും അനേകം വിശുദ്ധരിലൂടെയും അങ്ങ് വാരിക്കോരി ഒഴുക്കിയല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ആ പിതാവ് ഒറ്റയ്ക്കല്ല, ആ പിതാവിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധാത്മാവും ഈശോയും അവിടെ ഉണ്ട്. ഓ സ്വർഗസ്ഥനായ പിതാവേ, പരിശുദ്ധാത്മാവേ, ഈശോയേ, രാജകീയ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, വണങ്ങുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. യേശുവിനാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, വണങ്ങുന്നു.
ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ഓ എൻ്റെ സൃഷ്ടാവായ ദൈവമേ, എൻ്റെ പരിപാലകനായ ദൈവമേ, എൻ്റെ ശ്വാസം തന്നെയായ ദൈവമേ, എൻ്റെ ജീവൻ്റെ നാഥ, പിതാവേ പിതാവേ, എന്നെ സൃഷ്ടിച്ചത് തന്നെ അങ്ങയ്ക്ക് വേണ്ടിയാണല്ലോ. അങ്ങയെ അറിയാനും സ്നേഹിക്കാനും അങ്ങയെ ശുശ്രൂഷിക്കാനുമായി അങ്ങ് എന്നെ സൃഷ്ടിച്ചു. അങ്ങയുടെ ജ്ഞാനവും കൃപയും സമൃദ്ധിയായി എനിക്ക് നൽകി. സർവജ്ഞനായ ഭരണകർത്താവും വിസ്മയനീയനായ പരിപാലകനുമാണ്. പിതാവേ, ഈ പിതാവ് ഒരു വശത്ത് നമ്മൾ മനസ്സിലാക്കുന്നു, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പിതാവ്, സർവവ്യാപിയായ പിതാവ്. എന്നാൽ അങ്ങ് എന്ത് വലിയ മഹാമനസ്കതയാണ് കാണിച്ചത്. അങ്ങ് എൻ്റെ ആത്മാവിൽ വസിക്കാൻ വേണ്ടി എൻ്റെ ആത്മാവിനെ അതുപോലെ സൃഷ്ടിച്ചു. അങ്ങ് എൻ്റെ ആത്മാവിൽ വസിക്കുന്നു. പിതാവേ, ഈശോയെ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് വസിച്ചുകൊണ്ട് ഞാൻ ഇത്ര നാളും അങ്ങയെ അറിഞ്ഞില്ലല്ലോ. ഇതുപോലെ എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഓ സ്നേഹം തന്നെയായ പിതാവേ, അങ്ങ് സ്നേഹമാണ്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അങ്ങ് ആദ്യം എന്നെ സ്നേഹിച്ചു. ഞാൻ പാപിയായിരിക്കുമ്പോൾ അങ്ങ് എന്നെ സ്നേഹിച്ചു. പിതാവേ, സ്നേഹമുള്ളവര്, ഇങ്ങനെ കൂടുതൽ സമയം വേണ്ടി നമുക്ക് പോകാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇവിടെ നിർത്തി, തുടർന്ന് അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇനിയുള്ള 7 സ്റ്റെപ്പുകളാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. പിതാവിനെ നമ്മൾ ആരാധിച്ചു. പിതാവേ എന്ന് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പിതാവിൻ്റെ ഓമന മകനാണ്. നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മളെ പിതാവ് വാരി പുണരുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നവൻ ഈ ശിശുവിനെ പോലെയാണ്. നമ്മളെല്ലാവരും പിതാവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ മഹാമനസ്കതയെയും പിതാവിൻ്റെ ആ വാത്സല്യത്തെയും നോക്കുമ്പോൾ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്. നമ്മളെ വലിയ വാത്സല്യത്തോടെ പിതാവ് സ്നേഹിക്കുന്നു. ഇനി അടുത്തത് പിതാവിൻ്റെ സത്വത്തനിമയായ ആ വിശുദ്ധി. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ പരിശുദ്ധി മക്കളായ നമ്മുടെ അവകാശമാണ്. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളെയും അങ്ങ് പരിശുദ്ധനാക്കും. അങ്ങയുടെ പരിശുദ്ധി
ഞങ്ങളിലേക്ക് പ്രവഹിക്കും. അങ്ങയുടെ ദൈവീക സ്വഭാവത്തിൽ പങ്കുകാരരാകാൻ വേണ്ടി ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങയുടെ ദൈവീക സ്വഭാവം ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങയുടെ സ്വഭാവം അങ്ങ് പരിശുദ്ധനാണ്. ആ സ്വഭാവം മക്കൾക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മളെ ആ പരിശുദ്ധനായ പിതാവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും തൻ്റെ പുത്രൻ്റെ സഹവാസത്തിലൂടെയും നമ്മിലേക്ക് ഒഴുക്കാൻ വേണ്ടിയാണ് രക്ഷാകര പദ്ധതി മുഴുവനും. വിശുദ്ധി എന്നത് നമ്മിലുള്ള അശുദ്ധിയെ കഴുകുക എന്നത് മാത്രമല്ല, നമ്മുടെ മാനുഷികതയെ ദൈവീകരിക്കുകയാണ്. ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തെളിക്കും. ഞാൻ അവരുടെ സകല അശുദ്ധിയിൽ നിന്നും അവരെ നിർമ്മലരാക്കും. ഞാൻ അവർക്ക് മാംസല ഹൃദയം നൽകും. ഞാൻ അവരുടെ ശിലാഹൃദയം എടുത്തു മാറ്റും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഓ പരിശുദ്ധനായവനേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ, എൻ്റെ സർവസ്വവും അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ നിറയ്ക്കണമേ. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളെ പരിശുദ്ധരാക്കണമേ. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ഏറ്റവും വലിയ ബലഹീനത അങ്ങേക്കറിയാം. ആ ബലഹീനതയിൽ അങ്ങയുടെ വിശുദ്ധി പ്രവഹിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. രണ്ടാമത്തെ സ്റ്റെപ്പാണ്, രണ്ടാമത്തെ യാചന. അങ്ങയുടെ രാജ്യം, പിതാവേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. ദരിദ്രർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. അങ്ങയുടെ രാജ്യം എന്നിൽ സംസ്ഥാപിതമാക്കാൻ വേണ്ടി അങ്ങ് സ്വപുത്രനെ അയച്ചു. ആ പുത്രനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ആ ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യം എന്നിൽ സംസ്ഥാപിതമായിരിക്കുന്നു. ആ ദൈവരാജ്യം സ്നേഹരാജ്യമാണ്. ആ ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവുമാണ്. ഈശോ പറഞ്ഞു, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു. സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഞാൻ വിശ്വസിക്കുന്നു. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ചരിത്രത്തിൽ നിയമവും പ്രവാചകന്മാരെയും അയച്ചുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകി അവസാനം ഇതാ സ്വപുത്രനെ അയച്ചുകൊണ്ട് ആ രാജ്യത്തിലേക്ക് ഞങ്ങളെ അങ്ങ് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈശോയേ, അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നീതിയും ഞങ്ങൾ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കും, കൂട്ടിച്ചേർക്കപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈശോ പറഞ്ഞ വാക്കുകൾ ഓർക്കുക. ദൈവരാജ്യം അവിടെയോ ഇവിടെയോ അല്ല, നിങ്ങളിൽ തന്നെയുണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ ആ സഹവാസമാണ് ദൈവരാജ്യം. നമ്മുടെ ആത്മാവിൽ ത്രിത്വം വസിക്കുന്ന ആ അത്യത്ഭുതകരമായ അവസ്ഥയാണ് ദൈവരാജ്യം. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ആത്മാവിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ചിന്തകളിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ മനസ്സാക്ഷിയിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ജീവിതത്തിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ജീവിത പങ്കാളിയിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ മക്കളിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ഭവനത്തിൽ വരണമേ. എൻ്റെ ഭവനത്തിൽ എന്തെല്ലാം പിരിമുറുക്കങ്ങളുണ്ടോ അതെല്ലാം സമാധാനമാക്കുന്നു. അങ്ങയുടെ രാജ്യം എൻ്റെ കുടുംബത്തിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ ഇടവകയിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ സുഹൃത്തുക്കളിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ രൂപതയിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ നാട്ടിൽ വരണമേ. അങ്ങയുടെ രാജ്യം എൻ്റെ രാജ്യത്ത് വരണമേ. അങ്ങയുടെ രാജ്യം ലോകം മുഴുവനിലും വരണമേ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. അതിനുശേഷമേ അന്ത്യം വരികയുള്ളൂ. അത് വേഗം വരാൻ വേണ്ടി, അങ്ങ് വീണ്ടും വേഗം വരാൻ വേണ്ടി ഞാൻ ദാഹിക്കുന്നു, ഞാൻ ആശിക്കുന്നു. അങ്ങെല്ലാ ആധിപത്യത്തിൻ്റെയും എല്ലാ ആധിപത്യവും അങ്ങയുടേതാണ്. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അങ്ങയുടേതാണ്. അങ്ങ് വിജയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് കുരിശിലൂടെ അങ്ങയുടെ രാജ്യത്തിൽ വിജയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. ദൈവരാജ്യം കൃപയുടെ രാജ്യമാണത്. സന്തോഷത്തിൻ്റെ രാജ്യമാണത്. സമാധാനത്തിൻ്റെ രാജ്യമാണത്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൻ്റെ രാജ്യമാണത്. നല്ല ഇടയൻ ആടുകളെ നയിക്കുന്ന പോലെ അങ്ങ് എന്നെ നയിക്കും. ഓരോ ദിവസവും അങ്ങയുടെ രാജ്യം എൻ്റെ ജീവിതത്തെ നയിക്കും. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ശലബലബലബല പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പിതാവ് എന്നോട് കൂടെ, പുത്രൻ എന്നോട് കൂടെ, ദൈവരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ
എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. ദായിക്കുക അങ്ങയുടെ രാജ്യം. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി, അങ്ങ് ഞങ്ങൾക്ക് സ്വപുത്രനെ നൽകി. ഇവർ രണ്ടുപേരും ഞങ്ങളെ നയിക്കും. ഇവർ രണ്ടുപേരും പറയണത് ഞങ്ങൾ കേട്ടാൽ മതി. ഇവർ രണ്ടുപേരും ഞങ്ങൾക്ക് ശക്തി തരും, ഞങ്ങൾക്ക് വാത്സല്യം തരും, ശത്രുക്കളെപ്പോലും മിത്രമാക്കാനുള്ള ശക്തി തരും. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഈശോയേ, അങ്ങ് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ്. അവിടുത്തെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണമെന്ന് പറഞ്ഞു. ആ തിരുഹൃദം അങ്ങ് തന്നെ നിറവേറ്റിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. അതിഭയാനകമായ പീഡാനുഭവത്തിൻ്റെ സമയത്ത് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഒരു നിമിഷം അങ്ങ് പ്രലോഭനത്തിൽ വന്നുപോയല്ലോ. എന്നാൽ ഉടനെ അങ്ങ് അരുളി ചെയ്തു, എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഇതുപോലെ ഞങ്ങൾ ഓരോരുത്തരിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം, തീർച്ചയായിട്ടും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതത്തേക്കാൾ വലിയ വലിയ പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ ഞാൻ പദ്ധതി ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ അടിയറ വയ്ക്കുന്നു പിതാവേ. എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച്, എൻ്റെ ബിസിനസ്സിനെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗെത്സമനിയിൽ വേദനിച്ചുകൊണ്ട് അങ്ങ് സ്വന്തം ഹിതം അടിയറ വെച്ച് ദൈവത്തിൻ്റെ ഹിതം സ്വീകരിച്ചു. അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ദൈവമേ, ഞങ്ങളുടെ ഈ മനസ്സിൻ്റെ അജ്ഞത അകറ്റണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകണമേ. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഭവനത്തിലാകണമേ. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, അവരെല്ലാവരിലും അങ്ങയുടെ ഹിതം. എൻ്റെ സമൂഹം, എൻ്റെ ഇടവക, എൻ്റെ നാട്, എല്ലാ മേഖലകളിലും ഓരോരുത്തരും അവരവരുടെ ഹിതമനുസരിച്ച് പലതും പദ്ധതി ചെയ്യുന്നു. എന്നാൽ ഭയാനകമായ പരാജയങ്ങളാണ്. കാരണം അത് അങ്ങയുടെ ഹിതമല്ലല്ലോ, അതുകൊണ്ടല്ലേ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്വാധീനത്തിലുള്ള ഞങ്ങൾ നയിക്കപ്പെടേണ്ട അവർ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ചില സമയത്ത് അവരവരുടെ ബുദ്ധിയിൽ, അവരുടെ യുക്തിയിൽ രൂപം കൊണ്ട പല കാര്യങ്ങളിലൂടെയാണ്. ദൈവമേ, അവരിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവർക്കറിയില്ല പിതാവേ,
അങ്ങയുടെ ഹിതത്തിനെതിരായിട്ട് ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുന്ന പോലെ ഞങ്ങളുടെ ചിന്തകളെ, ഭാവനകളെ അങ്ങ് ഏറ്റെടുക്കണമേ. അപ്പാ, അപ്പാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ലോകം മുഴുവനും അവരവരുടെ ഹിതം. ഈ അവസ്ഥ മാറുമല്ലോ പിതാവേ, പിതാവേ. എന്തോ ഒരു ഭയാനകമാണ് ഓരോരുത്തരുടെയും ചിന്തകളും. അവരവരുടെ ഹിതത്തിൽ വെച്ച് ലോകം നീങ്ങുമ്പോൾ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ഹിതം ഞങ്ങളിലും ഈ ലോകം മുഴുവനിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറണേ പിതാവേ. ഈശോയെ, അങ്ങയുടെ ഹിതം നിറവേറാൻ വേണ്ടി ഏകപുത്രൻ സഹിച്ച പീഡാനുഭവത്തിൻ്റെ ഓരോ നിമിഷങ്ങളോട് ഞങ്ങളുടെ ജീവിതത്തെയും കോർത്തിണക്കുന്നു. ഈശോ ഓരോ നിമിഷവും പിതാവിൻ്റെ ഹിതം മാത്രം നിറവേറ്റിയതുപോലെ ഞങ്ങളെല്ലാം അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റാൻ വേണ്ടി പിതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിനെ, മനസ്സാക്ഷിയെയും ആ ശക്തി നൽകണേ. നമ്മൾ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമ തീരുമാനം കർത്താവിൻ്റേതാകുന്നു. നമ്മളിപ്പോൾ വർത്തമാനകാലത്ത് എന്തെല്ലാം പദ്ധതി ചെയ്തിട്ടുണ്ടോ അതെല്ലാം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഇത് അങ്ങയുടെ ഹിതമല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റണേ ഞങ്ങളിൽ നിന്ന്. യോനാ പ്രവാചകനെ പോലെയുള്ള ദൈവഹിതം അറിഞ്ഞിട്ടും അതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് താർശീഷിലേക്ക് പോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ ഹിതം അനുസരിക്കാനുള്ള എളിമ തരണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറണേ. ഈ 3 യാചനകളും അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ. ഇനി നമുക്ക് 4-ാമത്തെ യാചനയിലേക്ക് വരാം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഒരു വശത്ത് ലോകത്തിൽ നിരവധി പേർ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വലയുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓ ദൈവമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മതിയാവുന്നിടത്തോളം ആഹാരമുണ്ട്, എന്നാൽ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന അനേകരെ ഞങ്ങൾ കാണുന്നു. പിതാവേ, ഇതിനൊരു മാറ്റം വരുത്തണമേ. അതോടൊപ്പം ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ ദാഹിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന് വിശപ്പുണ്ട്. ഞങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യം പോലെ തന്നെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണം ഇന്ന് തരണമേ. ഇന്ന് ഞങ്ങളുടെ ആത്മാവിന് ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, ജ്ഞാനം, അറിവ്, വിവേകം, ആത്മധൈര്യം, ദൈവഭയം, ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഓ പരിശുദ്ധാത്മാവേ, ഈ വരദാന ഫലങ്ങൾ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ഇതില്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ തളർന്നു പോകുന്നത്. ഞങ്ങളുടെ ആത്മാവിന് ഓജസ്സില്ല. ഞങ്ങളുടെ ആത്മാവ് പലപ്പോഴും തളർന്ന അവസ്ഥയിലാണ്. ഞങ്ങളുടെ ആത്മാവിന് ഭക്ഷണം നൽകണേ.
ഞങ്ങളുടെ ആത്മാവിൽ ഈശോയെ അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ്. ഇന്ന് എൻ്റെ ആത്മാവിന് ആവശ്യമായ വചനം നൽകണേ ഈശോയേ. ഒരു വചനം ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് തരണമേ. ഇപ്പോൾ എൻ്റെ ആത്മാവിന് ആവശ്യമായ വചനം നൽകണേ. ഒന്നോർക്കാം, ഹൃദയത്തിൽ ഇപ്പോൾ കർത്താവ് ഒരു വചനം തരും. ഇതാ എനിക്ക് കിട്ടുന്ന വചനം ഇതാണ്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ നിന്നിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടും. നന്ദി ഈശോയേ, നന്ദി പിതാവേ. ഈ വചനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഇതെൻ്റെ ആത്മാവിന് ഇന്നത്തെ ഭക്ഷണമാണ്. ഇത് ഞാൻ എഴുതി വയ്ക്കും. ഇത് ഞാൻ വീണ്ടും വീണ്ടും നുണഞ്ഞ് അയവിറക്കി ഭക്ഷിക്കും. അതിൻ്റെ ചുരുളഴിയുമ്പോൾ എൻ്റെ ആത്മാവിൽ പ്രകാശമുണ്ടാകും. ഞാൻ മുന്തിരിച്ചെടിയും നീ എൻ്റെ ശാഖയുമാണ്. അന്നു വേണ്ട ആഹാരം ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഞാൻ കൊള്ളും. ആ വിശുദ്ധ കുർബാനയിൽ ആത്മീയമായോ അല്ലാതെയോ ഞാൻ സ്വീകരിക്കുന്ന അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും, ഇതിലും വലിയ ഭക്ഷണം വേറെ എന്തുണ്ട് ഈശോയെ? നന്ദി പറയുന്നു. ആ ഭക്ഷണത്തിനായി ഞാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം, എൻ്റെ ആത്മാവ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ. എൻ്റെ ആത്മാവ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ ആത്മാവ് ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണേ. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ക്ഷമ കൊണ്ട് നിറയ്ക്കണേ. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ക്ഷമ കൊണ്ട് നിറയ്ക്കണേ. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാം കൂടുതൽ സമയമെടുത്ത് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, സമയമുണ്ടെങ്കിൽ. അടുത്ത സ്റ്റെപ്പ്, ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട്, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ. ഇപ്പോൾ നമ്മൾ ഈ 4ാമത്തെ സ്റ്റെപ്പിൽ ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു. അങ്ങനെ ഒന്നുകൂടി നിറയട്ടെ നമ്മളുടെ ആത്മാവിൽ. ഇന്നലെ സുവിശേഷം മാർപ്പാപ്പയുടെ പ്രഘോഷണമെല്ലാം നമ്മൾ കേട്ടല്ലോ. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ധ്യാനിച്ച വിഷയമായിരുന്നു. 10,000 താലന്ത് ഇളവ് ചെയ്തു കൊടുത്ത ഒരാൾ വെറും 100 ദനാറ ഇളവ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല. അവൻ വിസമ്മതിക്കുന്നു. അതുപോലെ ഒരു കഠിന ഹൃദയാവസ്ഥ. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 10 കോടി ദനാറയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഒരു ദനാറ, ഒരു താലന്ത് 10,000 ദനാറയാണ്. അതായത് നമ്മുടെ സകല പാപങ്ങളും നമുക്കൊരിക്കലും കൊടുത്തു വീട്ടാൻ പറ്റാത്ത കടമാണ് ഉത്ഭവപാപം. അതെല്ലാം പിതാവ് ഇളവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരരോട് ക്ഷമിക്കണം. എല്ലാവരും നമ്മുടെ സഹോദരരായി കാണുക. ഈശോ പറഞ്ഞു, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും പിതാവ് ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നു. അവരെല്ലാവരും പിതാവിൻ്റെ മക്കളാണ്, ഈശോയുടെ സഹോദരരാണ്. ഈശോ തൻ്റെ രക്തം ചിന്തി അവർക്ക് വേണ്ടി രക്ഷയുടെ ബലിയർപ്പിച്ചിട്ടുള്ളതാണ്. നമ്മളെ ആ ഈശോയുടെ കണ്ണിലൂടെ കാണുക, പിതാവിൻ്റെ കണ്ണിലൂടെ കാണുക. നമ്മളെ പീഡിപ്പിച്ചിട്ടുള്ളവർ, നമ്മളോട് അകാരണമായി അവഹേളനപൂർവം സംസാരിച്ചിട്ടുള്ളവർ, അവരോട് ക്ഷമിക്കുക. പിതാവേ, ഈശോ
ഈശോ പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം കാണുക. പിലാത്തോസ് ആക്രോശിച്ച് പറയുകയാണ്, നിന്നെ വിട്ടയക്കാനും കൊല്ലാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? ഈശോ വളരെ എളിമയോടെ പറഞ്ഞു, എൻ്റെ പിതാവ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരം ഉണ്ടാകില്ലായിരുന്നു. പിതാവ് അറിയാതെ ഇതാ 2 കുരുവികളെ കാണുന്നുണ്ടല്ലോ, അതിലൊന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ താഴെ വീഴില്ല. നമ്മളെ അവഹേളിക്കപ്പെട്ടിട്ടുള്ളതും നമ്മളോട് ആക്രോശിച്ചിട്ടുള്ളതും നമ്മളെ പീഡിപ്പിക്കുന്നതുമെല്ലാം പിതാവ് അറിഞ്ഞിട്ട് തന്നെയാണ്. പിതാവ് അനുവദിക്കാതെ ഇത് സംഭവിക്കില്ല. ഈശോയെ പീഡിപ്പിക്കാൻ പട്ടാളക്കാരെയും പീലാത്തോസിനെയും എല്ലാം പിതാവ് അനുവദിച്ചത് കൊണ്ടാണ്. എന്നപോലെ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വേദനകളും, എല്ലാ പീഡനങ്ങളും, എല്ലാ യാതനകളും ആരെല്ലാം നമ്മളെ പീഡിപ്പിച്ചു അവരോട് നിരുപാധികം നമുക്ക് ക്ഷമിക്കാം. അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം നമുക്കുണ്ടാവില്ല എന്ന് ഈശോ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം എടുത്തു പറഞ്ഞു. ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം ഈശോ വീണ്ടും തിരിച്ചെടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. അത് വലിയ ഒരു രഹസ്യമാണ്. നമ്മളതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചതാണ്. നമുക്ക് അത് ചെയ്യണമെങ്കിൽ മനുഷ്യന് സാധ്യമല്ല എന്നറിയാം. അതുകൊണ്ടാണ് അതിന് മുമ്പുള്ള സ്റ്റെപ്പുകളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയത്. പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുമ്പോൾ, ഈശോയുടെ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകിയാൽ മാത്രമേ ഇത് പറ്റുകയുള്ളൂ. അതാണ് പുതിയ നിയമം. ഇത് പഴയ നിയമത്തിന് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് അവർ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെപ്പോലും സ്നേഹിക്കുക. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അങ്ങയുടെ ആ സ്നേഹം ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്നേഹം എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണമേ, എൻ്റെ ആത്മാവിലേക്ക് ഒഴുക്കണമേ. ആദ്യം ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയട്ടെ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയെ ക്രൂശിച്ചവരോട് ക്ഷമിക്കുന്നു. ആ സ്നേഹം എൻ്റെ ആത്മാവിൽ നൽകണേ. അതുകൊണ്ട് എന്നെ ക്രൂശിക്കുന്നവർ, എന്നെ പീഡിപ്പിക്കുന്നവർ എല്ലാ ദിവസവും ഉണ്ടാവും. അവരോട് ഞാൻ ക്ഷമിക്കുന്നു. അങ്ങ് ക്ഷമിക്കൂ. ഇതാ ഇപ്പോൾ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. ആർക്കോ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. അതിഭയാനകമായ ശ്വാസം മുട്ട് മാറുന്നു. ശ്വാസമുട്ട് ക്ഷമിക്കുമ്പോൾ ശ്വാസം മുട്ട് മാറുന്നു. ക്ഷമിക്കുമ്പോൾ മുട്ടുകളുടെയും കൈയുടെ മുട്ടുകളുടെയും വേദനകൾ മാറുന്നു. ഹൃദയത്തിൻ്റെ ഭാരം മാറുന്നു. തലവേദന മാറുന്നു. ഗ്യാസ് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് പക്കിനൊരു വേദന, അവിടെ ഇങ്ങനെ ഗ്യാസ് ഉരുണ്ടിങ്ങനെ വരുന്നു, അത് മാറുന്നു. ഇങ്ങനെ ഒരുപാട് സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ക്ഷമിക്കുക. അങ്ങ് ക്ഷമിക്കൂ. അങ്ങ് വിട്ടുകൊടുക്കൂ. അങ്ങ് താഴ്ന്നു കൊടുക്കൂ. ഈശോ താഴ്ന്നു. ഇതാ കുരിശുമരണം വരെ താഴ്ന്നു. ആ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണേ ഈശോയെ. താഴ്ന്നു കൊടുക്കൂ. എളിമപ്പെട്ടു കൊടുക്കൂ. നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മരുമക്കളോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മളുടെ ശുശ്രൂഷയിലോ ജോലിയിലോ എല്ലാം നമ്മൾക്കെതിരെ
വഞ്ചിച്ചിട്ടുള്ളവരുണ്ടാകാം. ഭയാനകമായ വഞ്ചന. എന്നാൽ ഇപ്പോൾ അതങ്ങ് ക്ഷമിക്കൂ. മനസ്സിൽ അവരെ കണ്ടുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ നിന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അഴിക്കുന്നു. എന്നോട് ക്ഷമിക്കണേ. ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള വിരോധങ്ങൾ, ചെയ്തിട്ടുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എന്നോട് ക്ഷമിക്കണേ. പരസ്പരം ക്ഷമിക്കൂ, പരസ്പരം ക്ഷമിക്കൂ. ഇതാ തുടർന്ന് ഇനി നമ്മുടെ പാപത്തിന് ക്ഷമ ചോദിക്കാം. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈശോയെ, അനുതപിക്കുവിൻ, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങൾ ഓരോ ദിവസവും ഇപ്പോൾ ഞങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണെങ്കിലും ഞങ്ങളിൽ ഇനിയും ബലഹീനതകളുണ്ട്. ഞങ്ങൾ പാപികളാണ്. ഞങ്ങളിലുള്ള എല്ലാ ബലഹീനതകളും അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് മറത്തടിച്ച് കരഞ്ഞ ആ ചുങ്കക്കാരനെ പോലെ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഈശോയേ, ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ. ഇതാ ഇവിടെ നമ്മൾ തീരുമാനിക്കാം എന്തെല്ലാം പാപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതടുത്ത് കാലയളവിൽ കുമ്പസാരിക്കും. ഇനി അടുത്ത് കുമ്പസാരിക്കുമെന്ന് തീരുമാനിക്കുക. ഈശോയെ ക്ഷമിക്കണേ. ഇതാ ഈശോ നമ്മളോട് ക്ഷമിക്കുന്ന അനുഭവം നമുക്ക് കിട്ടുന്നു. നമ്മുടെ ഹൃദയത്തിന് വലിയ സ്വാതന്ത്ര്യം കിട്ടുന്നു. ഈ പാപങ്ങളുടെയും ഈ ബലഹീനതകളുടെ എല്ലാം കാരണം അതാണ് അടുത്ത സ്റ്റെപ്പ്. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ഈശോയെ, അങ്ങ് സകല പ്രലോഭനങ്ങളെയും ജയിച്ചവരാണ്. മരുഭൂമിയിലെ പ്രലോഭനങ്ങളെ വിജയിച്ചു. ഗെത്സമനിയിലെ പ്രലോഭനങ്ങളെ വിജയിച്ചു. പിശാചിൻ്റെ മേൽ വിജയം സ്ഥാപിച്ചു. കുരിശിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി. ആ കർത്താവിൻ്റെ സാന്നിധ്യം എന്നിലുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും ഞാൻ വീഴാതെ എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ധൈര്യപ്പെടുന്നു. പിതാവേ, എന്നെ കൈവിടല്ലേ. പ്രലോഭന സമയത്ത് എന്നെ പിടിച്ച് എന്നെ അങ്ങയുടെ മാറോട് ചേർത്ത് വെക്കണേ. എനിക്ക് ആത്മധൈര്യം നൽകണേ. എനിക്ക് വിവേചനം നൽകണേ. എൻ്റെ മനസാക്ഷിയിൽ തെറ്റും ശരിയും മനസ്സിലാക്കി തരണമേ. ഓ ശലബലബലബലബല ശലഹലഹലഹലബലബ. അടുത്തത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. എന്തെല്ലാം തിന്മകളുണ്ടോ ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങൾ ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ ഈ അനുഭവത്തിലേക്ക് വന്നുവെങ്കിലും ഞങ്ങളായിരിക്കുന്ന ലോകം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സ്നേഹിതരേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദുഷ്ടനെ അങ്ങ് പരാജയപ്പെടുത്തിയെങ്കിലും ആ പരാജയപ്പെട്ട പിശാച് ഇന്നും ചെറിയ രീതിയിലെങ്കിലും ഞങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തിന്മ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈശോയെ, ആ തിന്മയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ ആത്മാവിലൂടെ ലോകം മുഴുവനിലേക്കും അങ്ങയുടെ പ്രകാശം ഒഴുക്കണമേ. ലോകം മുഴുവനിലും അതിഭയാനകമായ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലുള്ള അവസ്ഥകൾ ഞങ്ങൾക്കറിയാം. എന്നാൽ അങ്ങേക്കും അറിയാം. അങ്ങ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? അങ്ങ് എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? അതേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവിലൂടെ അവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ കൃപാവരം ഒഴുകുന്നു. അങ്ങനെ ലോകം മുഴുവനും അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അങ്ങനെ ലോകം മുഴുവനും അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകം മുഴുവനും തിന്മയുടെ വലയത്തിലായാലും അതെല്ലാം അങ്ങേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് ലോകം മുഴുവനിലുമാകണമേ. ഇന്ന് ഈ ലോകത്തെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിൻ്റെ സാഹചര്യത്തിൽ വരണമേ. ലോകമെമ്പാടുമുള്ള നിരവധി പേരുടെ യാതനകളിലും പ്രയാസങ്ങളിലേക്കും വരണമേ. ദൈവമേ, ഞങ്ങൾ ഒരാളിലൂടെ ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹം വിതറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഇനി അവസാനത്തെ നമ്മുടെ വലിയ വിജയകാഹളമാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. എന്തുകൊണ്ടെന്നാൽ അങ്ങ് രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് കുരിശിൽ വിജയിച്ചിരിക്കുന്നു. അങ്ങ് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഇന്ന് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. കുരിശിൻ്റെ പുകഴ്ച. കുരിശ് വിജയിച്ചിരിക്കുന്നു. കുരിശ് വിജയിച്ചിരിക്കുന്നു. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ കൂടിയായി ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിശാചിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ദൈവം വിജയിച്ചിരിക്കുന്നു. കുരിശ് വിജയിച്ചിരിക്കുന്നു. സകലാധിപത്യവും അങ്ങയുടേതാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ഇനി നിങ്ങൾ സമയമെടുത്ത് അതിനുവേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലായി, ഇത് 1 മണിക്കൂറൊന്നും പോരാന്ന് മനസ്സിലായി. അപ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ഇനി യൂട്യൂബിൽ ഈ ചാനലിൽ കേട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കൂടി കൂടുതൽ ഇതിനകത്തൊക്കെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്ഷമയുടെ മേഖലകളിൽ ക്ഷമിക്കാൻ വേണ്ടിയുള്ള സ്നേഹം. ഇതൊക്കെ ഞാനിപ്പോൾ ഉടനെ നിർത്തുകയാണ്, കാരണം അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ 1 മണിക്കൂർ കിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുക. നാളെ മുതൽ നമ്മൾ വലിയ ആരംഭം തുടങ്ങുകയാണ്. നാളെ മുതൽ നമ്മൾ വിശ്വാസ പ്രമാണം പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഒരുങ്ങുക. നമ്മൾ വിശ്വാസ പ്രമാണത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. വളരെ ആഴമായ പ്രബോധനങ്ങളാണ് അതിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി. 90 ദിവസം ആയി നമ്മുടെ ഈ പഠനം. അങ്ങനെ അതിലൂടെ നമ്മൾ അടിസ്ഥാനപരമായ നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങൾ പഠിച്ചു. നമുക്ക് നന്ദി പറയാം. Praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. 2-3 സാക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. God bless you, God bless you, bless you. നിങ്ങൾക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലുണ്ടായ അനുഭവം എനിക്ക് ഷെയർ ചെയ്യാം. Praise the Lord. God bless you, God bless you, God bless you. നമ്മൾ ഉടനെ ഇംഗ്ലീഷിലേക്ക് പ്രവേശിക്കുകയാണ്. താങ്ക് യു.